നമ്മുടെ ഇന്നത്തെ കാലത്ത് രണ്ടു തരം നീതികളാണ് ലോകത്ത് നടമാടുന്നത്. രണ്ടു തരം നീതികൾ. അതില് ഒന്നാമത്തത് കാവ്യനീതിയാണ്. രണ്ടാമത്തത് ശാസ്ത്രനീതി. കാവ്യനീതിയും ശാസ്ത്രനീതിയും രണ്ടു തരം നീതികൾ. കാവ്യനീതിയെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ഹൃദയമാണ്. ശാസ്ത്രനീതി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ബുദ്ധി മേലെയും ഹൃദയം താഴെയും. നമുക്ക് കാവ്യനീതിക്കനുസരിച്ച് ജീവിക്കാം, അതല്ലെങ്കിൽ ശാസ്ത്രനീതിക്കനുസരിച്ച് ജീവിക്കാം. അപ്പൊ ഇവിടെ ചോദ്യം, എന്താണ് ഈ നീതികൾ തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. പേരുകൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അവയുടെ മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും. ഈ രണ്ട് നീതികളും നമുക്ക് ഭഗവത്ഗീതയിൽ കാണാവുന്നതാണ്, ഒന്നാമത്തെ അധ്യായത്തിൽ. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. അർജുനന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ കൃഷ്ണൻ രണ്ട് സേനകളുടെയും മധ്യത്തിലായിട്ട് അർജുനന്റെ രഥം കൊണ്ടുപോയി നിർത്തി. അവിടെ അർജുനൻ പറയുന്നത് മുഴുവനും കാവ്യനീതിയാണ്. യുദ്ധം വേണ്ട എന്ന്. അതിന്റെ പരിണാമം എന്തായിക്കൊള്ളട്ടെ, ഞാൻ ഭോഗം ചെയ്തു കൊള്ളാം. വേണമെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ, എന്നാലും എനിക്ക് ഖേദമില്ല. ഇതാണ് കാവ്യനീതിയുടെ ഭാഷ. കാവ്യനീതിയുടെ ഭാഷ ഇതാണ്. ഭഗവാൻ കൃഷ്ണനോ? ആദ്യം നമുക്ക് ഈ ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് നിർണയിക്കാം. പുരാണ പുരുഷനാണ്, ശരിയാണ്, സത്യമാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്, അതും ശരിയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയസി അർജുന തിഷ്ഠതി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടെ. അവിടെ വളരെ കാതലായ ഒരു കാര്യം ഈ കാവ്യത്തില്, ആ കാവ്യം ഒഴുകുമ്പോ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കാണാൻ വഴിയില്ല. ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താ? ഭഗവാൻ കൃഷ്ണന്റെ സാരഥ്യ. അദ്ദേഹം കൃഷ്ണൻ അർജുനന്റെ സാരഥ്യ ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടാണല്ലോ പാർത്ഥസാരഥി എന്ന പേര് വന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ബുദ്ധിം തു സാരഥിം വിദ്ധി. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തില്, ഈ സിസ്റ്റത്തില്
മനുഷ്യന്റെ ബുദ്ധിയാണ് സാരഥി. അപ്പൊ മനുഷ്യരെ നയിക്കുന്ന സാരഥിയായിട്ട്, ബുദ്ധിയായിട്ടാണ് അദ്ദേഹം അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നിട്ട് ഈ ഗീതാ ഉപദേശത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതോ. നിന്റെ കാവ്യനീതിയെ അപേക്ഷിച്ച് എന്റെ ശാസ്ത്രനീതിയെ ഞാൻ നിന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യത്തില് അകാര്യ വ്യവസ്ഥിതോ, കാര്യവ്യവസ്ഥിതിയിലും അകാര്യ വ്യവസ്ഥിതിയിലും ശാസ്ത്രമായിരിക്കട്ടെ നിനക്ക് പ്രമാണം. എന്നിട്ട് പറയുന്നുണ്ട്, യഹ ശാസ്ത്രവിധിം ഉത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി. ഈ ശാസ്ത്രവിധിയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ശാസ്ത്രനീതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആരാണോ അവന് തോന്നിയപടി, കാമകാരത, തോന്നിയപടി വ്യവഹരിക്കുന്നത്, നസ സിദ്ധിം അവാപ്നോതി, അയാൾക്ക് എന്തുണ്ടാവില്ല, ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സിദ്ധി ഉണ്ടാവില്ല. ന സുഖം, സുഖം ഉണ്ടാവില്ല. ന പരാംഗതി, പരഗതി ഉണ്ടാവില്ല. അപ്പൊ അർജുനൻ അവിടെ ഒന്നാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ച കാവ്യനീതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ ശാസ്ത്രനീതിയെ ഇമ്പോസ് ചെയ്യാനാണ് ഗീതോപദേശം ഉണ്ടായത്. ഇനി നമുക്ക് നോക്കാം നമ്മൾ എവിടെ നിൽക്കുന്നു. ഈ ബുദ്ധിന്ത് സാരഥ്യം വിദ്യാത എന്നുള്ളത് ഭഗവത്ഗീതയുടെ മൗലികമായ ആശയമല്ല. അത് കഠോപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടല്ലേ ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്ന് പറയാൻ കാരണം. ഈ ഉപനിഷത്താവട്ടെ അത് വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. പണ്ട് ഒരാളെ ഇഷ്ടമാണ്, 4 പേരറിഞ്ഞ് അയാളുടെ കൈ പിടിച്ചു, നാട്ടുകാരെ അംഗീകരിച്ചു, അത് നമ്മൾ കല്യാണം എന്ന് വിളിച്ചു. അതിനുശേഷം അതേ രീതിയിലുള്ള കല്യാണങ്ങൾ, അത് വേളിയായാലും സംബന്ധമായാലും അത് അതിൻ്റെതായ നിയോഗമായാലും അതൊക്കെല്ലാം അത് അതിൻ്റെതായ രീതിക്ക് വന്നു. അന്ന് എല്ലാവരുടെയും ജീവിതം കാവ്യം പോലെ ഒഴുകി. ഈ കാവ്യാത്മകതയ്ക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. അതാണ് വാൽമീകി രാമായണം 1, ആദികാവ്യം. അല്ല, കാവ്യനീതി കാണണമെങ്കിൽ ആ സീതാപഹരണത്തിന്റെ പ്രകരണം ഒന്ന് വായിച്ചാൽ മതി. സീതയെ രാവണൻ അപഹരിക്കുന്ന ആ പ്രകരണം ഒന്ന് വായിച്ചാൽ മതി. ഏത് മാരീചനെ കണ്ടാണോ അത് തനിക്ക് വേണം കളിക്കാനായിട്ട് എന്ന് സീത പറഞ്ഞ സമയത്ത് സീത ആവശ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് രാമൻ പോയത്.
ഭഗവാൻ അറിയാമായിരുന്നു എന്ത് അസംഭവം ഹേമ മൃഗസ്യ ജന്മ എന്ന്. ഈ പൊന്മാനില്ലേ, പൊന്മാൻ എന്ന് വന്നപ്പോ നമ്മൾ പറയുന്നത് അതാ ഈ മരം കൊത്തി തുളയ്ക്കാൻ വരുന്നതായിട്ടുള്ള തോട്ടുവക്കത്ത് നിന്ന് മീൻ പിടിക്കുന്നതായിട്ടുള്ള പക്ഷിയെയാണ് നമ്മൾ പൊന്മാൻ എന്ന് പറയുന്നത്. അത് പൊന്മാൻ ആയിക്കൊള്ളട്ടെ. പക്ഷെ സീത കണ്ടത് രാവണന്റെ ആശ്രിതനായിട്ടുള്ള മാരീചനെയാണ്. അപ്പൊ ആ മാരീചനെ തനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു മാരീചൻ യഥാർത്ഥത്തിൽ ഇല്ല, അതൊരു മായയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രാമൻ അതിനെ പിടിക്കാനായിട്ട് പോയി. രാമായണത്തെ കാവ്യമാക്കുന്നത് ആ ഭാഗമാണ്, കാവ്യനീതി. എന്നിട്ടോ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും രാമൻ അങ്ങനെ പോയത് കൊണ്ട് തന്നെയല്ലേ ഉണ്ടായത്. സീതാപഹരണവും ബാലി നിഗ്രഹവും സുഗ്രീവനുമായിട്ടുള്ള സംഭാഷണം, ബാലി നിഗ്രഹം, സമുദ്രതരണം. ആദ്യം ഹനുമാൻ പോയിട്ട് എന്ത് ചെയ്തു, ലങ്കയ്ക്ക് തീയിട്ടു. അവസാനം രാവണനെ കൊന്ന് സീതയെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ സീതയെ ഉപേക്ഷിച്ചു. എല്ലാം നടക്കേണ്ട സമയത്താണ് നടന്നത്, നടക്കേണ്ടത് തന്നെയാണ് നടന്നത്, നടക്കേണ്ട സമയത്ത് തന്നെയാണ് നടന്നത്. അപ്പൊ ഇങ്ങനെ കാവ്യനീതി പോകുമ്പോ അതിന്റെ ഇടയിൽ ശാസ്ത്രനീതി കൂടി കടന്നു വരുന്നുണ്ട്. കാവ്യനീതിയാണ് ലൗകികം എന്ന് പറയുന്നത്, ശാസ്ത്രനീതിയാണ് വൈദികം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇപ്രകാരം തന്നെ കാണപ്പെടുന്നത് കൊണ്ട് പാണിനിയുടെ അഷ്ടാധ്യായി എന്ന് പറയുന്നതായിട്ടുള്ള വ്യാകരണ സൂത്ര ഗ്രന്ഥം, അതിന് പതഞ്ജലി മുനി എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള, പ്രൗഢമായിട്ടുള്ള എന്ന മനോഹരമായിട്ടുള്ള ഭാഷ്യം. ആ ഭാഷ്യത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, കേഷാം ശബ്ദാനാം വ്യാകരണം ഏതദ് ഭവതി. ഈ വ്യാകരണം എന്ന് പറയുന്നത് ഏത് ശബ്ദങ്ങളുടെയാണ്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേൾക്കാതിരിക്കുന്നുണ്ടോ? അതിലൊരു ഫോൺ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ കേഷാം ശബ്ദാനാം എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം തന്നെ ഉത്തരം പറയുകയാണ്, ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണ്, ലൗകികാനാം വൈദികാനാം ച. ഈ വ്യാകരണം എന്ന് പറയുന്നത് ലൗകിക ശബ്ദങ്ങളുടെയും വൈദിക ശബ്ദങ്ങളുടെയും വ്യാകരണമാണ്. അല്ലാണ്ട് പാണിനീയം എന്ന് പറയുന്നത് വേദാംഗമായതുകൊണ്ട് അത് വൈദിക ശബ്ദങ്ങളുടെ മാത്രം വ്യാകരണമാണ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ലൗകിക ശബ്ദങ്ങളുടെയും വൈദിക ശബ്ദങ്ങളുടെയും ആകെയുള്ളതായ മൊത്തത്തിലുള്ള വ്യാകരണമാണ് പാണിനീയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പാണിനി വേദാംഗമായിട്ടുള്ള ഈ വ്യാകരണം രചിക്കുമ്പോ എന്തിനാണ് ഈ ലൗകിക ശബ്ദങ്ങളുടെ വ്യാകരണം രചിച്ചത്?
വൈദിക ശബ്ദങ്ങളുടെ മാത്രം വ്യാകരണം പോരായിരുന്നോ? അതിന്റെ ഉത്തരം, വൈദിക ശബ്ദങ്ങളുടെ മാത്രം വ്യാകരണമാണ് പാണിനി ഉദ്ദേശിച്ചതെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം പാണിനി എഴുതുന്നതിന് മുമ്പ് തന്നെ വൈദിക ശബ്ദങ്ങളുടെ വ്യാകരണ ഗ്രന്ഥമായിട്ട് പ്രാതിശാഖ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രാതിശാഖ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രാതിശാഖ്യങ്ങൾ എന്താണോ ഓരോ വേദത്തെക്കുറിച്ചും അറിയേണ്ടതായ കാര്യങ്ങൾ നമുക്ക് വിശദമായി പറയുന്നുണ്ട്. അതിൽ എവിടെ, എന്ത്, എങ്ങനെ, എത്ര എന്നൊക്കെ അതിന്റെ ഉത്തരവുണ്ട്. അപ്പൊ ആ പ്രാതിശാഖ്യങ്ങളുടെ നിയമങ്ങളെ ലംഘിക്കാതെയാണ് പാണിനി വേദാംഗം രചിക്കുന്നത്. വേദാംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൗകികവും വൈദികവുമായിട്ടുള്ള കാര്യങ്ങളുടെ സങ്കലിത രൂപത്തെയാണ് വൈദികം എന്ന് പറയുന്നത്, അല്ലാണ്ട് വേദത്തിന്റെ മാത്രമല്ല. അപ്പൊ ലൗകിക ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ചു. എന്നിട്ട് പതഞ്ജലി പറയുകയാണ് എന്ത്? ലൗകികസ്താവത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഗൗഹു സ്ത്രീ ഇത് ലൗകികാനാം. ഇതെല്ലാം ലൗകിക ശബ്ദങ്ങളാണ്. ലോകത്ത് ജനങ്ങൾ പ്രചുരമായിട്ട് ധാരാളമായിട്ട് പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. പതഞ്ജലി പറയാണ് വൈദികസ്താവത്. ഇപ്പൊ വൈദികം എന്ന് പറഞ്ഞതോ അഗ്നിമീളെ പുരോഹിതം ഇഷേത്വർജ്യത്വ വായവസ്ഥദേവോ വഹസവിത വായവായാഹി വിതയേ ഗൃണാനോ ഹവ്യദാതയേ ശന്നോ ദേവീരഭിഷ്ടയ ആപോ ഭവന്തു പീതയേ. ഓരോ വേദത്തിന്റെയും ആദ്യ മന്ത്രങ്ങളുടെ ആദ്യ പദങ്ങൾ മാത്രം ഇതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. വേദത്തിൽ എന്തുണ്ട്? വേദത്തിലെ ലൗകിക വ്യവഹാരത്തെക്കുറിച്ചും വൈദിക വ്യവഹാരത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ദർശനശാസ്ത്രത്തിലെ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വൈദികങ്ങളായ കാര്യങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. എങ്ങനെ? രാജപുത്ര തത്വോപദേശാത് പിശാചവത് അന്യാർത്ഥോപദേശേപി ആവൃത്തി അസകൃതുപദേശാത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തു നിന്ന് വിശേഷപ്പെട്ടതായിട്ട് നമ്മളോട് എടുത്തു പറയുകയാണ് ദർശനശാസ്ത്രം. അതിനെ എങ്ങനെ മനസ്സിലാക്കി തന്നു? രാജപുത്രവത് രാജപുത്രനെ പോലെ, പിശാചവത് പിശാചിനെ പോലെ, ഭേഗീവത് പെൺതവളയെ പോലെ, ഭരതവത് ഭരതൻ എന്ന് പറയുന്ന സാമ്രാട്ടിനെ പോലെ, പിങ്കളാവത് പിങ്കള എന്ന് പറയുന്ന വേശ്യയെ പോലെ, അങ്ങനെ ദാർശനികമായിട്ടുള്ള ഉപദേശം നമുക്ക് തരുമ്പോ അത് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ലൗകികമായ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഉദാഹരണത്തിന്റെ ലക്ഷണം തന്നെ അങ്ങനെയാണ്.
ആയിരിക്കണം. ദൃഷ്ടാന്തത്തിന് ലക്ഷണം പറയുന്ന സമയത്ത് ന്യായകാരനായിട്ടുള്ള ഗൗതമ മുനി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലൗകിക പരീക്ഷകാണാം യസ്മിന്നർത്ഥേ ബുദ്ധിസാമ്യം സദൃഷ്ടാന്ത. ഒരു കാര്യം വെളിവാക്കാൻ വേണ്ടി നമ്മളൊരു ദൃഷ്ടാന്തം പറയുമ്പോ അത് ലൗകികനും കൂടി മനസ്സിലാവുന്നതായിരിക്കണം ദൃഷ്ടാന്തം. നമ്മളൊരു ഉദാഹരണം പറയുമ്പോ ആ ഉദാഹരണത്തെ പറയുന്ന ആൾക്കും ആ ഉദാഹരണം അറിയാമായിരിക്കണം, കേൾക്കുന്ന ആൾക്കും ആ ഉദാഹരണം അറിയാമായിരിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യത്തെ മാത്രമേ നമുക്ക് ഉദാഹരണ രൂപത്തിൽ, ദൃഷ്ടാന്ത രൂപത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ന്യായദർശനകാരൻ ദൃഷ്ടാന്തത്തിന് ലക്ഷണം പറഞ്ഞു വെച്ചത്. അപ്പൊ ന്യായദർശനത്തിന്റെ ഈ ദർശന സംബന്ധമായിട്ടുള്ള ഈ യുക്തിയെ പൂർവമീമാംസ മുതൽ സാഖ്യദർശനം വരെയുള്ള സമസ്ത ദർശനകാരന്മാരും അംഗീകരിച്ച് ആദരിച്ച് പൂജിച്ചിട്ടുണ്ട്. കാരണം ദാർശനികമായ കാര്യങ്ങളെ വെളിവാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിച്ച ദൃഷ്ടാന്തങ്ങളെല്ലാം ന്യായദർശനകാരൻ പറയുന്ന പോലെ ലൗകിക പരീക്ഷകന്മാർക്ക് ഒരേപോലെ അറിയുന്നതായിരുന്നു. ഇന്ന് നമ്മൾ കുട്ടികളോട് ചില ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞാൽ കുട്ടികൾക്കത് മനസ്സിലാവില്ല. എന്താ കാരണം? കാരണം നമ്മൾ കുട്ടി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ലൗകികമായ കാര്യങ്ങളിൽ ഈ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിക്കോളൂ. ഒരാള് ചായ കുടിച്ച കപ്പ് ടീപ്പോയിലിരിക്കുക, അമ്മ തന്നെ അത് എടുത്തു കൊണ്ടുപോയി കഴുകി വയ്ക്കും. ഒരിക്കൽ പോലും ആ ജോലി മോളെ ആ കപ്പ് ഇങ്ങോട്ട് എടുത്തോണ്ട് വാ എന്ന് അമ്മ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. കാരണം നീ പോയിട്ട് എന്തെങ്കിലും പഠിക്ക്, അതല്ലെങ്കിൽ നീ നിന്റെ കാര്യം നോക്കുക. പഠനമാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം അല്ലെ? നമ്മുടെ ഗുരുകുല സമ്പ്രദായം അങ്ങനെയൊന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഗുരുകുല സമ്പ്രദായത്തിലെ ടൈം ടേബിൾ തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ക്ലാസ് എന്നുള്ളതായ ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് എപ്പോഴാണോ ആചാര്യൻ തന്റെ നർത്തനം പൂർത്തിയാക്കുന്നത്, ആ നർത്തനം പൂർത്തിയാക്കിയ ശേഷം ആചാര്യൻ വരും. ആചാര്യൻ വരുമ്പോൾ ശിഷ്യന്മാർ എഴുന്നേറ്റ് നിൽക്കും. ആചാര്യൻ എന്താണോ പറയുന്നത് അത് ശിരസ വഹിക്കാൻ. അപ്പൊ ആചാര്യൻ പറയും വാ പഠിക്കാം. അപ്പോൾ വിദ്യാർത്ഥി പഠിക്കാൻ ചെല്ലും. അത് കഴിയുമ്പോ ആചാര്യൻ പറയും ഇന്ന് ഇത്രയും മതി, വിരാമഹ. വിരാമഹ എന്ന് പറയുമ്പോഴോ പഠനം കഴിഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് അറിയില്ല. അവർ മിക്കവാറും പെട്ടുകഴിഞ്ഞിട്ടായിരിക്കും അവരറിയുക. തരക്കേടൊന്നുമില്ല, പെട്ടുകഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. കാരണം വെടിവെക്കാനുള്ളതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ളതായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. അവർക്ക് എപ്പോഴാ ജോലി ഉണ്ടാവുക? ഒരുപാട് കുട്ടികൾ പെടുമ്പോൾ മാത്രമേ അവർക്ക് ജോലിയുള്ളൂ. കള്ളിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും നമ്മുടെ ധാരണ വളരെ ഭീകരമായിട്ടുള്ള ധാരണയാണ് നമ്മുടെ ഉള്ളില്. പക്ഷേ നീതിപാലകന്മാർക്ക്, നിയമപാലകന്മാർക്ക്, ഈ വ്യവസ്ഥ ഉണ്ടാക്കിയവർക്ക് അറിയാം ഇത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ആരാണ് ഇതിന്റെ കണ്ണികൾ എന്നും വ്യക്തമായിട്ട് അവർക്കറിയാം. അപ്പോൾ പത്രമാധ്യമങ്ങളിൽ വരുന്നതായുള്ള കഥകളോ വാർത്തകളോ അത് വാസ്തവത്തിൽ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള അവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന കേസുകളാണ്. ഈ കേസുകൾ നിങ്ങൾ അന്വേഷിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എക്സൈസ് ഉണ്ട്, അതുപോലെ ആന്റി നർക്കോട്ടിക് കൺട്രോൾ സെല്ലുണ്ട്. അവർക്കൊക്കെ വേണ്ടത് എന്താ? വർഷാവർഷം ഇത്രയും കേസുകൾ അവർക്ക് പിടിച്ച് കേസാക്കണം. അപ്പൊ കേസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു ഭാഗത്തു കൂടി അതിന്റെ വ്യാപാരം നടക്കണം. ഇതൊരു രാഷ്ട്രീയ തിമിരം ബാധിച്ച ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന അമിത്ഷാ ഒരു സമയം ഗുജറാത്തിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. ആഭ്യന്തരം ക്യാബിനറ്റ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് കീഴിൽ തന്നെയായിരുന്നു. അവിടെ ഇദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയുള്ള ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അമിത്ഷാ. ഒരിക്കൽ ഒരു ഡെലിഗേഷന്റെ കൂടെ അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ ചെല്ലാനിടയായി. എന്നെ അദ്ദേഹം അന്നും അറിയില്ല, ഇന്നും അറിയില്ല. അദ്ദേഹം പ്രസിദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അറിയാമെന്ന് പറയും, അതിൽ കൂടുതലൊന്നുമില്ല. 6 പേരുണ്ടായിരുന്നു. 6 പേരെയും അദ്ദേഹം വിളിച്ചു, അകത്ത് ഇരുത്തി. ഡെലിഗേഷന്റെ നേതൃത്വം അരവിന്ദ് റാണ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കരാട്ടെ മാസ്റ്റർക്കായിരുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ആശയം പങ്കുവച്ചു. വേണുജി, എന്റെ കയ്യില് 10-25 നല്ല ചെറുപ്പക്കാരുണ്ട്. മാർഷൽ ആർട്സില് അവര് ഗുജറാത്തിലെ ചാമ്പ്യൻസ് ആണ്. അവരാരും വിവാഹം കഴിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാൻ പോണു? ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്നതായ ഏരിയയിൽ കൂടിയാണ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മയക്കുമരുന്ന് ഭാരതത്തിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഈ 25 ചെറുപ്പക്കാരെ ആ ഭാഗത്തായിട്ട് ഡിപ്ലോയ് ചെയ്യും. അവർ മരിച്ചാലും അവർക്ക് കുഴപ്പമില്ല, മരിക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പൊ ഈ മയക്കുമരുന്നുമായിട്ട് വരുന്നവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കലാണ് ജോലി. അപ്പോ എന്റെ അവിടുത്തെ ചെലവുകൾ നോക്കി ഒരു ഭാഗം വഹിച്ചിരുന്നത് ഈ അരവിന്ദ് റാണാജിയായിരുന്നു. എനിക്ക് വേണ്ടി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്, എന്റെ ലേഖനങ്ങൾ ഗുജറാത്തിയിലേക്കാക്കി അദ്ദേഹത്തിന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതെല്ലാം അദ്ദേഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് ആഭ്യന്തര സഹമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ എല്ലാവർക്കും അദ്ദേഹം ചായ വരുത്തി, കോഫി വരുത്തി. കേം ഛോ അരവിന്ദ് ഭായ്, സാമ്പണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അരവിന്ദ് ഭായിയോട് ചോദിച്ചപ്പോ അരവിന്ദ് ഭായ് തന്റെ പ്രോജക്റ്റ്. അപ്പൊ അമിത്ഷാ ചിരിച്ചു, ഉറക്കെ ചിരിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ പാകിസ്ഥാനിൽ നിന്ന് അതുവഴി
കഞ്ചാവ്, ചരസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രാഫിക്കിംഗ് നിമിത്തം നിങ്ങളുടെ ഈ 24 കുടുംബങ്ങൾക്കോ നിങ്ങളുടെ കുടുംബങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള തൊന്തരവ് ഏർപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും അറ്റാക്കോ ആപത്തോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കച്ചിലെ DSP വിളിച്ചിട്ട് നിർദ്ദേശം കൊടുക്കാം ആ കേസ് ഒന്ന് പരിശോധിക്കാൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഇത്ര ചെറുപ്പക്കാരുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ചെറുപ്പക്കാർ യോഗ്യരാണെങ്കിൽ അവരെ ആന്റി നർക്കോട്ടിക് സെല്ലിൽ ചേരട്ടെ, അവർക്ക് ജോലി ഗുജറാത്ത് സർക്കാർ കൊടുക്കും. പിന്നെ അരവിന്ദ് ഭായ്, അങ്ങനെ ഒരു ഡ്രഗ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കടത്തുന്നുണ്ടെങ്കിൽ അതവിടുത്തെ പോലീസ് നോക്കിക്കൊള്ളും. അതിനാണ് ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്കെതിരെ ആ ഗ്രൂപ്പിൽ നിന്റെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു ആപത്ത് നിങ്ങൾക്ക് മണക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തന്നാൽ ഞാൻ അതിനെതിരെ നടപടി എടുത്തോളാം. അത് ഞാൻ വാക്ക് തരുന്നു. എന്ന് വെച്ചാൽ സർക്കാരിന് ഇതാര്, എവിടുന്ന്, എങ്ങനെ എന്ന് അറിയാം. എന്ന് വെച്ചാൽ ഇടുക്കിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഇടുക്കി ഗോൾഡ് ഉണ്ടല്ലോ, കഞ്ചാവ്. ആ കഞ്ചാവിന്റെ പൊളിത്തീൻ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ആ പൊളിത്തീൻ ബാഗ് ഉണ്ടാക്കിയത്, പ്രിന്റ് ചെയ്തത് ഗുജറാത്തിലാണ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഒരു ബ്ലെയിം ചെയ്യാനല്ല. കാരണം BJP അല്ലെങ്കിൽ അമിത്ഷാ എന്നല്ല, ആര് വന്നാലും ഒന്നിനെയും നിയമം കൊണ്ട് തടയാൻ കഴിയില്ല. നിയമം കൊണ്ട് ഒന്നിനെയും തടയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് പതഞ്ജലി മുനി വളരെ ബോധവാനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നിയമത്തിനല്ല ഊന്നൽ കൊടുത്തത്, യമങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തത്. യമങ്ങളാണ് മഹാവ്രതങ്ങൾ, നിയമങ്ങളല്ല. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇവ 5ഉം ആരാണോ ആചരിക്കുന്നത് അയാൾ വഴിതെറ്റില്ല. ശൗചം സന്തോഷം തപഃ സ്വാധ്യായം ഈശ്വര പ്രണിധാനം. അതിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും കുറച്ചിലുണ്ടാവും. ചിലപ്പോ നടന്നില്ല എന്ന് വരാം, കുളിച്ചില്ല എന്ന് വരാം, ചിലപ്പോ സന്തോഷം അനുഭവപ്പെട്ടില്ല എന്ന് വരാം, ചിലപ്പോ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വരാം. അതെല്ലാം നിയമങ്ങളാണ്. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് യമങ്ങളാണ്. അതുകൊണ്ടാണ് അഷ്ടാംഗ യോഗത്തെ കുറിച്ച് പറയുമ്പോ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയോഷ്ടാവങ്കാനി എന്ന് പറഞ്ഞത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. സമാധിയെയാണ് സിദ്ധി എന്ന് പറയുന്നത്. സിദ്ധിയാണ് സമാധി. ഇനി കാവ്യനീതിയുടെ ശാസ്ത്രനീതിയും കാവ്യനീതിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഞാനും ഒരാളും തമ്മിൽ ഒരു വസ്തുവിനെ ചൊല്ലി ഒരു തർക്കം ഉടലെടുത്തു. ആദ്യം ഞങ്ങൾ തമ്മിൽ തർക്കിച്ചു,
പരിഹാരം ഉണ്ടായില്ല, തർക്കം നീണ്ടുപോയി. അപ്പൊ നാട്ടിലെ കുറച്ച് മധ്യസ്ഥന്മാരെ നമ്മൾ ഇറക്കി. ആ മധ്യസ്ഥന്മാർ ഇടപെട്ടു. തർക്കം നീണ്ടുപോയതല്ലാതെ തർക്കം അവസാനിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? ന്യായത്തിന്റെ വഴിയെ പോകാൻ വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ഒരു പരാതി കൊടുത്തു. ഇതിലിങ്ങനെ വോയിസ് കോൾ വന്നോണ്ടിരിക്കണ്ടല്ലോ ഗ്രൂപ്പില്. അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു. പോലീസ് അധികാരി നമ്മളെ വിളിച്ചു, രണ്ടു കൂട്ടരെയും വിളിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നോക്കി. പറഞ്ഞു ഇല്ല, പരിഹാരമായില്ല. അവസാനം നമ്മളത് കോടതിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ കീഴ്ക്കോടതി എന്ത് ചെയ്തു? ഒരാൾക്ക് അനുകൂലമായിട്ട് വിധിച്ചപ്പോ ഞാൻ മേൽക്കോടതിയിൽ അപ്പീൽ പോയി. മേൽക്കോടതിയും അയാൾക്ക് അനുകൂലമായി വിധിച്ചപ്പോ ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയും അയാൾക്ക് അനുകൂലമായി വിധിച്ചു. രാജ്യത്തിനകത്ത് ഒരു വസ്തു സംബന്ധമായ കേസാണ്. അതിനെ നമുക്ക് ഇന്റർനാഷണൽ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അത് ഇന്റർനാഷണൽ കോടതിയുടെ ജ്യൂറിസ്ഡിക്ഷനിൽ വരില്ല. അപ്പൊ സുപ്രീം കോടതിയും എനിക്ക് എതിരെ അയാൾക്ക് അനുകൂലമായി വിധിച്ചപ്പോ എന്നിൽ കാവ്യനീതി ആവിർഭവിച്ചു. അയാൾക്ക് ദൈവം കൊടുത്തുകൊള്ളും എന്നുള്ള ആശ്വാസം. അയാൾക്ക് ഈ ചെയ്ത ഈ പ്രവൃത്തിക്ക് അയാൾക്ക് ദൈവം കൊടുത്തുകൊള്ളും. എപ്പോഴാ? നമ്മളീ പോയ വഴി ഏതൊക്കെയാ? എവിടുന്ന് തുടങ്ങി? വാസ്തവത്തിൽ അത് കാവ്യനീതിയിലാണ് തുടങ്ങിയത്. ഞാനും അയാളും തമ്മിൽ ആദ്യം വാക്കുതർക്കം ഉണ്ടായ സമയത്ത്, വാദവിവാദം ഉണ്ടായ സമയത്ത് അവിടെ ശാസ്ത്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊന്നായിരുന്നില്ല വാദം. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞപ്പോ അയാൾക്ക് ശരിയെന്ന് തോന്നിയത് അയാൾ പറഞ്ഞു. പക്ഷെ കേസ് കോടതിയിലെത്തിയപ്പോഴോ അതിലേക്ക് ശാസ്ത്രം കടന്നു വന്നു. ശാസ്ത്രം കടന്നു വെച്ചിട്ടുണ്ടെങ്കിലോ ആ വിഷയത്തെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി അനേകം വർഷങ്ങൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ആ ഉദ്യോഗത്തിന്റെ പേരിൽ ഒരു ബോർഡ്, അഡ്വക്കേറ്റ് ഇന്നയാളൊരു ബോർഡ് സമ്പാദിക്കുകയും ചെയ്ത രണ്ടാളുകൾ തമ്മില് നീതിന്യായ ശാസ്ത്രം അനുസരിച്ചുള്ളതായ ചർച്ചയാണ് കോടതിയിൽ നടന്നത്. അങ്ങനെ കാവ്യനീതി ശാസ്ത്രനീതിയിലേക്ക് മാറി. അങ്ങനെ ആ കേസ് സുപ്രീം കോടതിയിൽ ആ ആൾക്ക് അനുകൂലമായിട്ട് പര്യവസാനിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു? വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് കാവ്യനീതിയിലേക്ക് പോയിട്ട് പറഞ്ഞു എന്ത്? അത് അയാൾക്ക് ദൈവം കൊടുത്തുകൊള്ളും, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കൊള്ളും. അപ്പൊ തെറ്റാണോ? ഈ ശാസ്ത്രത്തിന്റെ സരണിയിലേക്ക് പോയത് തെറ്റാണോ? അല്ല, തെറ്റല്ല. അപ്പൊ ലൗകികമായിട്ടുള്ള കാവ്യനീതിയുടെ സരണിയിൽ നിന്ന് വൈദികമായിട്ടുള്ളതായ ശാസ്ത്രസരണിയുടെ വേദിയിലേക്ക് പോയി അവിടെയും പരാജയമേറ്റപ്പോ മറ്റൊരു വഴിയുമില്ലാതെയായപ്പോൾ ഞാൻ തിരിച്ച് കാവ്യനീതിയിലേക്ക് മടങ്ങി. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. കാവ്യനീതിയിലാണ് തുടങ്ങുന്നത്, കാവ്യനീതിയിലാണ് അവസാനിക്കുന്നത്.
അത് കാവ്യനീതിയിലാണ് ആരംഭിക്കുന്നത്, കാവ്യനീതിയിലാണ് അവസാനിക്കുന്നത്. കാരണം ഈ ജനനം എന്ന് പറയുന്നത് ഒരു കാവ്യനീതിയാണ്, മരണം എന്ന് പറയുന്നത് ഒരു കാവ്യനീതിയാണ്. അതിന്റെ ഇടയിലുള്ള ജീവിതത്തിലോ കാവ്യനീതിയും ശാസ്ത്രനീതിയും ഇടകലർന്ന് പോകും. അപ്പൊ ശാസ്ത്രനീതിയുടെ ഉറവിടം ബുദ്ധിയാണെങ്കിൽ കാവ്യനീതിയുടെ ഉറവിടം ഹൃദയമാണ്. നമ്മൾ ദക്ഷിണയായി കൊടുക്കുന്ന അടയ്ക്കയും വെറ്റിലയും ഉണ്ടല്ലോ, അത് അടയ്ക്ക എന്ന് പറയുന്നത് ശാസ്ത്രനീതിയും വെറ്റില എന്ന് പറയുന്നത് കാവ്യനീതിയുമാണ്. ആണ് എന്ന് പറയുന്നത് ശാസ്ത്രവും പെണ്ണ് എന്ന് പറയുന്നത് കാവ്യവുമാണ്. നുണ പറയുമ്പോഴാണ് സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്. നുണ പറയുമ്പോഴാ. എങ്ങനെയാ നുണ പറയാ? നീ എന്റെ ജീവനാണ്, നീ ഇല്ലെങ്കിൽ ഞാനില്ല, നിന്നെ ദൈവം എനിക്ക് വേണ്ടി പടച്ചു വിട്ടതാണ്. ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളാണ്. അത് തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ശാസ്ത്രീയമായിട്ടൊരു കഴമ്പുമില്ല. പക്ഷെ അതിൽ കാവ്യമുണ്ട്. ശാകുന്തളത്തിൽ കാണാം, കണ്ണുവിന്റെ അനുവാദമില്ലാതെ വേട്ടയാടി കണ്വാശ്രമത്തിന്റെ ടെറിട്ടറി ക്രോസ് ചെയ്ത ദുഷ്യന്തൻ ശകുന്തളയെ കണ്ട് മോഹിതനായി. താൻ കണ്ണുപുത്രിയാണെന്നറിഞ്ഞിട്ടും ശകുന്തള ദുഷ്യന്തന് വഴങ്ങിക്കൊടുത്തു. ദുഷ്യന്തൻ സ്വന്തം മോതിരം അഭിജ്ഞാനം അവളെ ധരിപ്പിച്ചു. അവസാനം അവൾ നദിയിലിറങ്ങിയ സമയത്ത് മോതിരം ഊരിപ്പോയി, അതൊരു മത്സ്യം വിഴുങ്ങി. അവസാനം രാജകൊട്ടാരത്തിലെ ഗർഭിണിയായ ശകുന്തള വരുന്ന സമയത്ത് തെളിവുണ്ടോ എന്ന് രാജാവ് ചോദിച്ചപ്പോ ഗാലിയായ മോതിര വിരൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അത് കളഞ്ഞുപോയി. അപ്പൊ ദുഷ്യന്തൻ പറയുന്നതായിട്ടൊരു വാക്യമുണ്ട്, സ്ത്രീണാം അശിക്ഷിതപടുത്വം അമാനുഷീഷു സന്ദൃശ്യതേ. ഈ സ്ത്രീകൾ ഒട്ടും പഠിച്ചില്ലെങ്കിലും വളരെ വളരെ സമർത്ഥകളാണെന്ന് മനുഷ്യരല്ലാത്ത പ്രാണികൾ പോലും തെളിയിച്ചിട്ടുണ്ട്. അതിന് ആറ്റൂർ കൃഷ്ണപിഷാരടി ശാകുന്തള തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്ത്? അതിന്റെ ദൃഷ്ടാന്തം. എന്തായിരുന്നു ദൃഷ്ടാന്തം? ഈ കുയിലുകൾ കാക്കക്കൂട്ടിൽ കൊണ്ടുവന്ന് മുട്ടയിടും. തന്റെ മുട്ടയാണെന്ന് ധരിച്ച് കാക്ക അതിനെ അടയിരിക്കും. നോക്കുമ്പോ രണ്ടും കറുത്ത കുഞ്ഞുങ്ങൾ. അത് കാക്ക കുഞ്ഞുങ്ങൾ തന്നെയാണെന്ന് കരുതി കാക്ക അതിനെ വളർത്തി പറക്കമുറ്റുവോളം വളർത്തി കഴിയുമ്പോ ഒച്ച കൊണ്ട് തന്നെ പറയും, ഞാൻ കാക്കയാണ്, ഞാൻ കുയിലാണെന്ന്. അപ്പൊ കുയില് കാക്കയെ പറ്റിച്ചു, അല്ലെ? ഇങ്ങനെ പറ്റിക്കുന്ന പ്രസ്ഥാനം മനുഷ്യരല്ലാത്ത പ്രാണികൾക്കുണ്ട്. കിമുത യ പ്രതിബോധിതസ്യ എന്നാണ്.
അങ്ങനെയാണെങ്കിൽ കുറച്ച് പഠിപ്പും വിവരവും കൂടി ഉണ്ടായാലോ നിന്നെ പോലെയാവും എന്ന്. അപ്പോഴാണ് ശകുന്തള അനാര്യ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തില് ദുഷ്യന്തനെ സംബോധന ചെയ്യുന്നത്. കാവ്യം അങ്ങനെയാണ് അത് കാവ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാവ്യഭംഗിക്ക് വേണ്ടിയിട്ടാണ് മായ എന്ന് പറയുന്നതായിട്ടുള്ള ഈ രണ്ടക്ഷരം ചേർന്നിരിക്കുന്നത്. മായ. വാസ്തവത്തിൽ ഈ മായയാണ് ഈ കാവ്യത്തിന് അഴക് കൊടുക്കുന്നത്. നമ്മുടെ ഓരോ ഭാവനയിലും തത്വജ്ഞാനമല്ല പ്രതിഫലിക്കുന്നത്. തത്വജ്ഞാനവും മിഥ്യാജ്ഞാനവും ഇടകലർന്നാണ്. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് ദോഷനിർമ്മിതമാണ്, ദോഷപൂരിതമാണ്. ഇന്നവരിൽ മാത്രമേ ദോഷമുള്ളൂ എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാവരിലും ദോഷമുണ്ട്. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ദർശനശാസ്ത്രം അനുസരിച്ച് ദോഷത്തിന്റെ പരിണാമമാണ്. എന്താ ദോഷം? രാഗദ്വേഷ മോഹാഹ ദോഷാഹ. ഗൗതമീയ ന്യായ ദർശനം. രാഗം, ദ്വേഷം, മോഹം ഇവ മൂന്നും ചേരുന്നതാണ് എന്ത് ദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാത്സ്യായനൻ പറയുന്നു, ന്യായദർശന ഭാഷ്യകാരനായിട്ട് വാത്സ്യായനൻ പറയുന്നു, ദോഷനിമിത്ത അയം സംസാര. ഈ സംസാരം, ഈ ലോകം എന്ന് പറയുന്നത് ദോഷനിമിത്തമാണ്. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലോകമുള്ളൂ. ഇന്നലകളിൽ തെറ്റ് ചെയ്യാത്തവരുണ്ടാവാം. അവർ ഇന്ന് തെറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നാളെ തെറ്റ് ചെയ്യാൻ തുടങ്ങിയേക്കാം. ഇന്നലകളിൽ തെറ്റ് ചെയ്തവർ ഇന്ന് തെറ്റ് ചെയ്യാതിരുന്നേക്കാം. ഇന്നലകളിലും ഇന്നലകളും ഇന്നും തെറ്റ് ചെയ്യാത്തവർ നാളെ തെറ്റ് ചെയ്യില്ല എന്ന ഒരു ഉറപ്പുമില്ല. ഓരോരുത്തരുടെ റോൾ എന്താണോ അത് തെളിയുമ്പോഴാണ് ആര് എന്തൊക്കെയാണ്, ഏത് പൊത്തില് ഏത് ചേലയാണ് എന്നറിയാൻ കഴിയുക. അതുകൊണ്ട് വഴിയില്ല എന്നല്ല, മോചനത്തിന്റെ വഴി. ആ മോചനത്തിന്റെ വഴി പോകുമ്പോ മോചനം വേണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നണം. എന്ന് നമുക്ക് ആഗ്രഹം വേണം. പരിതസ്ഥിതികൾ മാറണം, അടിസ്ഥാനങ്ങൾ മാറണം, ആശയങ്ങൾക്ക് മാറ്റമുണ്ടാവണം. അങ്ങനെ മോചനത്തിന്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാവ്യനീതിയിൽ നിന്ന് തന്നെ ശാസ്ത്രനീതി, ഈ കാവ്യനീതി അവധി മാറി. രാജ്യം കൈമാറിയ ശേഷം അവർ മഹാപ്രസ്ഥാനത്തിന് തയ്യാറെടുക്കും. അങ്ങനെ രാജ്യത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും? അധികാരത്തിൽ നിന്ന് അവർ പുറത്തു കിടക്കും.
അതുകൊണ്ടാണ് വേദം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രം, വേദം എന്ന് പറഞ്ഞാൽ വേദം എന്ന കാവ്യം. വേദം ഒരേ സമയത്ത് കാവ്യമാണ്, വേദം ഒരേ സമയത്ത് ശാസ്ത്രമാണ്. ആധുനികരായ എല്ലാ വിദ്യാഭ്യാസ ചിന്തകന്മാർക്കും ഇതറിയാം. അതുകൊണ്ടാണ് അവർ ശാസ്ത്രം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ അവർ കാവ്യവും പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ ചെയ്യും. എവിടെയാണോ കാവ്യം പഠിപ്പിക്കുന്നത് അവിടെ ആ കാവ്യാന്തർഗതമായ ശാസ്ത്രം അധ്യയനം ചെയ്യാനും അവിടെ വ്യവസ്ഥ ഉണ്ടാവും. ശുദ്ധമായിട്ടുള്ള കാവ്യമോ ശുദ്ധമായിട്ടുള്ള ശാസ്ത്രമോ എവിടെയും പഠിപ്പിക്കാൻ കഴിയില്ല. പഠിപ്പിച്ചാലോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ഇത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ അമ്മമാർക്ക് അറിയാം. അതുകൊണ്ട് അവർ കറിക്ക് കഷ്ണം വേവിക്കുമ്പോ അതിലാവശ്യമായ വെള്ളം ചേർക്കും. വേകാൻ മാത്രമല്ല, കാരണം ഇത് വിളമ്പുമ്പോ ചാറില്ലെങ്കിലോ ആ കറിയുടെ സ്വാദ് എങ്ങനെ അറിയും ചാറില്ലെങ്കിൽ? വായിനും അതറിയാം. അതുകൊണ്ടാണ് ആഹാരം നമ്മുടെ വായിലേക്ക് വരുമ്പോ ഒരുപാട് ചാറ് രൂപത്തില് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. യാജ്ഞികനായ വ്യക്തിക്ക് അതറിയാം. അതുകൊണ്ടാണ് യാജ്ഞികനായ വ്യക്തി അഗ്നി ജ്വലിപ്പിച്ചിട്ട് അവിടെ ഒരു പ്രണീതയിൽ ജലമെടുത്ത് പ്രണീത പ്രണയനം എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നത്. അത് സോമമാണ്. അഗ്നിയുടെ ജോഡിയാവാൻ യോഗ്യത ആർക്കാ? ഈ സോമത്തിന്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അഗ്നിഹോത്രത്തിൽ ഓം അഗ്നിയേ സ്വാഹ, ഓം സോമായ സ്വാഹ എന്നുള്ള 2 ആഹുതികളില്ലാതെ ഒരു അഗ്നിഹോത്രവും ഇല്ല. നമ്മുടെ ജീവിതം ഒരഞ്ഞു നീങ്ങാനുള്ളതല്ല, ഒഴുകാനുള്ളതാണ്. എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവര് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഓയിലിംഗ് ചെയ്യാറുണ്ട്, ഗ്രീസിങ് ചെയ്യാറുണ്ട്. പാർട്ടുകളെ അവരെന്ത് ചെയ്യാറുണ്ട്? സ്മൂത്തൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ വേണ്ടേ? വേണം, ഫ്രിക്ഷൻ വേണം. ഇന്നിപ്പോ നമ്മൾ പറയാറുണ്ട് എന്താ? പ്രഷർ വേണ്ടേ? അയ്യോ, പ്രഷർ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഈ പ്രഷറിനെതിരെ ചികിത്സയോ? അയ്യോ, പ്രഷറിനെതിരെയല്ല ചികിത്സ, അത് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ചികിത്സയാണ്, പ്രഷർ ഇല്ലാണ്ടാക്കാനുള്ള ചികിത്സയല്ല. നമ്മൾ ഭാഷാപരമായിട്ട് പ്രഷർ മാറി എന്ന് പറയണില്ലേ, അത് പ്രഷർ ഇല്ലാണ്ടായി എന്നല്ല, പ്രഷർ ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല നമുക്ക്. അതിന്റെ അധികരിച്ച അളവ് നമ്മുടെ നാഡീവ്യൂഹങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള സമീകരണങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അധികരിച്ച പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യും? ഉപായങ്ങൾ കൊണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോ നമുക്ക് സുഖം അനുഭവപ്പെടും, നമുക്ക് സ്മൂത്ത്നെസ് അനുഭവപ്പെടും. അല്ലാണ്ട് പ്രഷറിനെ നമ്മൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ബ്ലഡ് ഷുഗർ പരിപൂർണമായിട്ട് ഇല്ലാതായാൽ നമ്മൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നുമായാലും സർക്കാരിന്റെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിപണനത്തെ റെഗുലേറ്റ് ചെയ്യുക. ചിലപ്പോൾ കൂടുതൽ ഷോപ്പുകൾക്ക് അംഗീകാരം കൊടുക്കും, അത് അപകടമായി മാറുമ്പോഴോ ആ ഷോപ്പുകളുടെ എണ്ണം കുറയ്ക്കും. റെഗുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പണ്ട് ഈ നമ്മുടെ ഫ്ലോർ ക്ലീനറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അന്ന് വന്നിരുന്ന 2-3 പരസ്യങ്ങൾ, ഏത് കമ്പനിയുടെ ആണെന്ന് ഓർക്കണില്ല, ആ പരസ്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈ നമ്മുടെ ഫ്ലോർ ക്ലീനർ ലിക്വിഡിലേക്ക് ഒരു സ്പോഞ്ച് മുക്കി പിഴിഞ്ഞിട്ട്
നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോ ആ തുടച്ച ഭാഗത്തുണ്ടായിരുന്ന എല്ലാ ബാക്ടീരിയകളും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നതായിരുന്നു ആ പരസ്യം. ആ പരസ്യത്തിനെതിരെ വിമർശനം ഉണ്ടായി. അപ്പൊ സർക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാണിയുടെ ഉന്മൂലനം കാണിക്കുന്ന ഒരു പരസ്യവും സർക്കാർ അനുമതി നൽകില്ല. നിങ്ങൾ ഏത് ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ചാലും അത് കീടാണുക്കളെ നിയന്ത്രിക്കാനുള്ളതാണ്, കീടാണുക്കളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യാനുള്ളതല്ല. അതിനുശേഷം അതേ കമ്പനിയുടെ പരസ്യം വന്നപ്പോ കണ്ടു, തുടച്ചതിന് ശേഷവും ആ തുടച്ച ഭാഗത്ത് കൂടി 2 കീടാണുക്കൾ പോകുന്നത് കാണാം. എന്നുവെച്ചാൽ ഉന്മൂലനം ഉണ്ടായില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഈ ചുക്കാൻ പിടിക്കുന്നതായിട്ടുള്ള ബുദ്ധിമാന്മാരുടെയും വിചാരശീലന്മാരുമായിട്ടുള്ളതായ പുരാതനന്മാരും ആധുനികന്മാരുമായിട്ടുള്ള എല്ലാ സയന്റിസ്റ്റുകൾക്കും നമസ്കാരം. അവർ ആദരമർഹിക്കുന്നവരാണ്. കാരണം അവർ ഈ വേദത്തിന്റെ കാവ്യശാസ്ത്രബദ്ധമായിട്ടുള്ള ഈ കെട്ടുപിടഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഈ സരണിയെയാണ് നമ്മളടങ്ങുന്നതായ മാനവ സമൂഹത്തിന് വേണ്ടി, ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതിന്റെ കണ്ണികളായിരിക്കും. ഞാനും അതിന്റെ കണ്ണിയാണ്. അപ്പൊ കണ്ണികളും തമ്മിലുള്ളതാണ് ഈ സംവാദം. എത്തിക്കണ്ണികൾ വന്നാലും കുഴപ്പമില്ല. കാരണം പാരാസൈറ്റ് എന്താണെന്ന് ഒരു ഉദാഹരണം കാണിക്കണമെങ്കിൽ ഒരു ഇത്തിക്കണ്ണി വേണ്ടേ? ഒരു ഇത്തിക്കണ്ണി എങ്കിലും ഇല്ലെങ്കിൽ ഈ പാരാസൈറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള അതിന് ഉദാഹരണം പറയാൻ ഒന്നും ഉണ്ടാവില്ല. ആ പദം തന്നെ നമുക്ക് മാറ്റേണ്ടി വരും. ഒരു ചെറിയ ഫേസ്ബുക്കിലെ എന്റെ സുഹൃത്തിന്റെ പോസ്റ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു പുരുഷൻ തന്റെ രഹസ്യ കാമുകിയോട്, ഭാര്യയുണ്ട് വേറെ, രഹസ്യ കാമുകിയോട് ചോദിച്ചു, അല്ല, ഒരു പുരുഷനോട് അവന്റെ രഹസ്യ കാമുകി ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണോ പിന്നെ മറ്റേ നിങ്ങളുടെ ഭാര്യയെയാണോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആ പുരുഷൻ ചിന്തിച്ചു, ഭാര്യയെയാണെന്ന് പറഞ്ഞാൽ ഇവളിൽ നിന്നുള്ള സുഖം ഇതോടെ ടപ്പ് ഇല്ലാണ്ടാവും. ഇനി ഇവളെയാണോ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാലോ ഇവളങ്ങോട്ട് തലേ കയറി നിരങ്ങും. അപ്പൊ അയാൾ ഒരു പഴയ ഫേസ്ബുക്കിന്റെ റീല് ഓർമ്മ വന്നു അയാൾക്ക്. ആരോട്ട് റീല, എനിക്ക് എന്നെയാണ് ഇഷ്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണ് എന്ന് പറഞ്ഞു. ഹലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചപ്പോഴും അത് എന്നോട് തന്നെയാണെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അതിൽ ഒന്നുപോലും നിന്നോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞില്ല. അവൾ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ദൂരെ ചെന്നിട്ട് ഇയാൾക്ക് ഫോൺ വിളിച്ചു. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആയിരിക്കട്ടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ
എന്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നിന്നോടാണ് ഇഷ്ടമെന്ന് ഒരു നുണയെങ്കിലും അങ്ങക്ക് പറയാൻ തോന്നിയില്ലല്ലോ. നിങ്ങൾ വളരെ വിരസനാണ്, അരസികനാണ്. അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിഖ മാലിഖ മാലിഖ. അപ്പൊ ജീവിതം നമുക്ക് സന്തോഷകരമായിട്ട് മുന്നേറണമെങ്കിൽ അല്പം കള്ളം പുരട്ടിയ സത്യം തന്നെയാണ് നല്ലത്. മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ പേരാണ് ഡിപ്ലോമസി. ഡിപ്ലോമസി. കാരണം നമുക്ക് ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.